എനിക്ക് ഉറക്കം വരുന്നുണ്ട് ബാബേ. അത്ര വലിയ സ്പേസ് വേണ്ട ബാബേ. ഒന്ന് എത്ര മതി? അത്ര സ്ഥലം വേണ്ടോ? എനിക്ക് ആവുന്നില്ല ബാബേ, അതാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ പൊണ്ണു? ആ വാവ മനസ്സിലാക്കണം, അതാണ് ഗുഡ് ഹസ്ബൻഡ്. വന്നേപ്പാ. എനിക്ക് നിൽക്കാൻ ശക്തിയില്ല ബാബേ. ആ ഗുളിക ഞാൻ എടുക്കൂല ബാബേ, മതി. എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര എന്തോ പോലെ ബാബേ. അമ്മ സത്യമായിട്ട് സുഖാവണ്ടേ പെണ്ണുന്? അമ്മ സത്യമായിട്ട് ഞാൻ ഈസിയായിട്ട് ഡ്രോ ചെയ്യാം ബാബേ. ബാബ ഇങ്ങനെ വരക്കും എപ്പോഴും, ഈസി ആയിട്ട് ചെയ്യും. എന്തോ കൊന്തോ ഇല്ലാണ്ട്. ഏട്ടാ ഇല്ല മെഷർ ആക്ക, ഇങ്ങോട്ട് ഇങ്ങനെ മെഷർ ആക്ക. അതൊന്നും വേണ്ട. ആ ബാബേ, അപ്പഴേ ഈക്വൽ ആയിട്ട് കാണണം. നിക്കതേ ഏട്ടാ, ഏട്ടാക്ക് ശക്തിയേ ഇല്ലപ്പ. പിന്നെ ഇത് വരക്കാൻ ശക്തി വേണം. ഇത് വരക്കണം ശക്തി വേണം. വേണം വേണം വേണം. എന്തിന്? അപ്പഴേ ശക്തിയായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അതെ, ഏട്ടന്റെ പവർ ഉണ്ടാ? കറ കറക്റ്റ്. ഏട്ട വരച്ച കറ കറക്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്യും. പിന്നെ ഞാൻ മെഷർമെന്റ് ആക്കും. എന്തെങ്കിലും 1 സെന്റിമീറ്റർ അധികം എങ്കിൽ ആ സ്കെയിലിൽ തന്നെ ഞാൻ അടിക്കൊടുക്കും. പിന്നെ സ്കൂളിൽ കൊണ്ടുകൊടുക്കാൻ പോവല്ലേ? ആർക്കിടെക്ചർ ഇതൊക്കെ ഈസി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഏട്ട ഇതൊക്കെ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. 100 സാധനങ്ങൾ ഏട്ട വരച്ചതാ. ഗേൾ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അയ്യടാ, ഇതൊക്കെ ഏട്ടന് ഈസി വർക്കാ. പഠിച്ചവൾ പരദേശികളെല്ലാം തുറ കഥകള് മറിഞ്ഞവറ താം തരികട തീം തരികട താം തരികട തിത്തിത്വം തത്തം തരികട തെത്തിത്വം തീം തരികട തെത്തിത്വം. ഹായ് മലയാളീസ്, വെൽക്കം ബാക്ക് ടു ഗുരു കിക്കിസ് എന്റർടൈൻമെന്റ് വ്ലോഗ്. സോ ഇന്നത്തെ വ്ലോഗ് ഒരു യു ഡ്രോ യു ഗസ് ചലഞ്ച് ആണ്. യു ഡ്രോ യു ഗസ്. വീണ്ടും ഈ മണ്ടന്മാർ മണ്ട കപ്പിൾസ് വന്നിരിക്കുകയാണ്. ഒരു ചലഞ്ചായിട്ട് പുതിയ മണ്ട ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ ചലഞ്ച് കീർത്തൂട്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ യു ഡ്രോ യു ഗസ്. അതായത് ഞാൻ ഒരു 20 ഐറ്റംസിന്റെ പേര് പറയും. അത് ഞാൻ പെട്ടെന്നായിരിക്കും പറയുന്നത്. കീർത്തൂട്ടി ആ ടൈമിൽ അത് കീർത്തൂട്ടിയുടെ ഡ്രോ ചെയ്യും. എന്നിട്ട് അതെന്തൊക്കെയാണെന്ന് കീർത്തൂട്ടി ഗസ് ചെയ്യും. അപ്പൊ അതാണ് ചലഞ്ച്. ഞാൻ നല്ല ആർട്ടിസ്റ്റ് അല്ല ഗൈസ്, പക്ഷേ ട്രൈ അത് വാവക്ക് മനസ്സിലായി. ആർട്ടിസ്റ്റിന്റെ അല്ല ഇവിടെ, ഞാൻ ഗസ് ചെയ്യണം. വാവ വരച്ചിട്ട് അത് വാവ ഗസ് ചെയ്യണം. അതായത് വാവക്ക് പിന്നെ ഒരു ഐറ്റംസ് പേര് പറഞ്ഞാല് അതന്നെ വരക്കണമെന്നില്ല, മനസ്സിലാവുന്ന പോലെ മെമ്മറി ഗെയിം പോലെ ഗൈസ്. ഓക്കെ, പക്ഷെ എഴുതി വെക്കരുത് ഇന്ന പേര്. ഓക്കെ, കം ഓൺ, യു ക്യാൻ. താങ്ക് യു കാണ്ട്. അപ്പൊ ഞാൻ ജയിച്ചെങ്കിൽ എന്താ? ജയിച്ചെങ്കിലോ? ഉമ്മ മാത്രം പറയണ്ട പ്ലീസ്. ഉമ്മയേക്കാൾ വലിയ ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ജയിച്ചെങ്കിൽ ഡിന്നർ ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് ഡിന്നർ. ഓക്കെ, ഞാൻ എവിടെ പറയും അവിടെ തന്നെ കൊണ്ടുപോയി കഴിപ്പിക്കും ഞാൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എന്താ വേണം അത് മാത്രം. സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1. വാട്ടർമെലൻ, ജീപ്പ്, ബോട്ടിൽ, എ ബോയ്, ഫാൻ, ബ്രേസർ. എന്താ ബ്രേസർ? കോക്കനട്ട്, ബക്കറ്റ്, അണ്ടർവെയർ, ഫുട്ബോൾ, ഫുട്ബോളാ? റിമോട്ട്, വെരി സ്ലോ. ഫുട്ബോൾ, ടിവി റിമോട്ട്, വാഷിംഗ് മെഷീൻ, ക്യാപ്പ്, ട്രീ, ക്യാപ്പാ? ഹോം, ട്രീയാ? home. You're slow baby, this is not good. Gunna. YouTube play button. Watch. Headphone. Clock. ഏതോ ഒന്ന് അവ മിസ്സാക്കി. കറക്റ്റായ? ആയാ? ഓക്കെ. വാവ്, കീർത്തുട്ടി നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇത് കീർത്തുട്ടി ഗസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ നോക്കാം. വാട്ടർമെലൻ കറക്റ്റ് ആണ്. യെസ്, സെക്കൻഡ് വൺ ജീപ്പ്. തേർഡ് വൺ ബോട്ടിൽ. ബോട്ടിൽ. ഓക്കെ, ഫോർത്ത് വൺ ഒരു മനുഷ്യൻ. എ ബോയ്. ഫിഫ്ത്ത് വൺ ഫാൻ. സിക്സ്ത് വൺ കോക്കനട്ട്. സിക്സ്ത് വൺ വേർ?
ഓക്കെ ഫെയിൽഡ് ആയിരിക്കാണ്. 6th one is not coconut. പറയട്ടെ. 5th one is a brazier. അയ്യോ സെവൻത് വൺ ഇസ് കോക്കനട്ട് അല്ലേ? ഇത് ബ്രേസർ. ഞാൻ എന്താ ബ്രേസർ ഡ്രോ ആക്കി? So 7th one is what? കോക്കനട്ട്. Okay. 8th one? ബക്കറ്റ്. Yeah, you're right. 9th one? ഷഡ്ഡി. Underwear. 10th one? You can only tell. പറഞ്ഞോ. 10th എന്താ? ഇതെന്താ ഇത്? 10th എന്താണ്? ചിന്തിക്ക്. അറിയില്ല. You only draw no. വാവ തന്നെയല്ലേ വരച്ചത്. ഞാൻ എന്തിനാ ഇങ്ങനെ ഡ്രോ ആക്കി? 2 3 ഒരുപോലെ. അതാണ് വാവ ചിന്തിച്ച് ചെയ്യണം. ഭയങ്കര സ്ലോ ആയിരുന്നു വാവ. 10th എന്താ? അറിയില്ല. ഗസ് ചെയ്. നോ ഐഡിയ. ഓക്കെ, അത് 10th ഫുട്ബോൾ ആണ് വാവ വരച്ചത്. ഇത് ഫുട്ബോൾ ആണ് ഫ്രണ്ട്സ്. 10th മനസ്സിലാക്കാൻ പറ്റും. 11 11th വൺ റിമോട്ട്. വാവ്, ഇത് റിമോട്ട് ആണോ? ഇതെന്താ ബ്രെഡ് പോലെ ഉണ്ട്. ഓക്കെ. 12 ഇതെന്താ? ഇത് ഗണ്ണാണോ? ഗണ്ണാണോ ഇത്? അല്ല, ഇത് വാഷിംഗ് മെഷീനാ. പോയി, അത് പോയി ഫ്രണ്ട്സ്, അത് പോയി. സോ 13th മൂന്നാണ് തെറ്റ് പറഞ്ഞു. ഇതെന്താ ഇത്? 13th വൺ അറിയില്ല. ഇതെന്താ ഉണ്ടാവും? അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവല്ലോ. ഒരു 6 വലിച്ചിട്ട് ഞാൻ എന്താ അത്? അറിയില്ല കേട്ടോ. ഓക്കെ, ഇറ്റ്സ് എ ക്യാപ്പ്. ക്യാപ്പ് ആണ് കീർത്തിട്ട് വരച്ചിരിക്കുന്നത്. ക്യാപ്പ് ഇങ്ങനാണോ? ഓക്കെ. മരം. 14th ട്രീ. 15 വീട്. 16 ഗണ്ണ്. 17 യൂട്യൂബ് ബട്ടൺ. ഓക്കെ. 18 വാച്ച്. വാവ്, വാച്ച് നോക്കട്ടെ. ഇതെങ്ങനെ? ഇതെന്ത് വാച്ച് ഇത്? അത് എനക്ക് വേണ്ടിട്ടാ, ഞാൻ എന്നെ കസ്റ്റമൈസ് ചെയ്തതാ വാച്ച്. ഇങ്ങനെയാണോ ഒരു വാച്ച്? ഒരു ബെൻടൺ വാച്ച് പോലെ. ഓക്കെ. 19 ഹെഡ്ഫോൺ. വാവ്. 20 ക്ലോക്ക്. പക്ഷെ ഫെയിൽഡ് ആയി. ഫെയിൽഡ് എങ്ങനെ? ഇല്ല. ഞാൻ ഏതെല്ലാം ഇത് ഞാൻ തോറ്റു. ഇത് ഞാൻ തോറ്റു. ഇത് ഞാൻ തോറ്റു. 1 2 3 4 മിസ്റ്റേക്സ് ആയി. യെസ്. അപ്പോൾ ബാക്കി ഇത്രയും 6 കറക്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ജയിച്ചു ഗൈസ്. ദേവേട്ടാ, എന്റെ ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ മെമ്മറി പക്ഷെ കീർത്തുട്ടി കുറെ ഫ്ലോപ്പ് ആക്കി. കീർത്തുട്ടി സ്ലോ ആയിരുന്നു. ഞാൻ ആ സ്പീഡ് ഞാൻ വീണ്ടും പറയേണ്ടി വന്നു. ഇല്ല, ദേവേട്ട എന്തിനു വീണ്ടും പറഞ്ഞു? ഞാൻ ഡ്രോ ചെയ്യൂല. വാവേ വെറുതെ അങ്ങനെ ഫ്ലോയിൽ പോറായിരുന്നു. അത് വാവേന്റെ തെറ്റാ. ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചതിന്റെ തെറ്റായി പോയല്ലേ. ദേവേട്ട എന്തിനീ സ്റ്റോപ്പ് ആക്കി? ദേവേട്ട ഫാൻ, അണ്ടർവെയർ, ബ്രേസർ, വീട്, ക്ലോക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോണായിരുന്നു. നല്ല കിടിലം തേങ്ങാക്കൊല പോയിട്ടുണ്ട്. തേങ്ങാക്കൊല ബ്രേസർ പോലെ ഉണ്ട് ആക്ച്വലി. ദേവേട്ട പറഞ്ഞത് ബ്രേസർ, പിന്നെ തേങ്ങ പറഞ്ഞത് ഞാൻ തേങ്ങ ഡ്രോ ആക്കി. മരം കൊള്ളാം കേട്ടോ. മരം കൊള്ളാം അല്ലേ? മരം പോലെ ഉണ്ട്. വീട് പോലെ തന്നെ ഉണ്ട്. ഹെഡ് സെറ്റ് പോലെ ഉണ്ട്. ക്ലോക്ക് പോലെ ഉണ്ട്. ഇത് ക്ലോക്ക് അല്ലേ? ഒരു മനുഷ്യൻ പോലെ തന്നെ ഉണ്ട്. ഇത് ഫാന്. ഇത് ദേവേട്ടന്റെ ബോക്സർ ഷെഡിയാ. അപ്പൊ അങ്ങനെ ഗൈസ് ഞാൻ ഡ്രോ ആക്കിയിട്ടുണ്ട്. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മൊത്തം ഇല്ല ചെയ്യാ, എന്തെല്ലാം പറ്റും അതെല്ലാം ചെയ്യാ. പറ്റുന്നല്ല നിങ്ങൾ ചെയ്തോ, ഒന്നും ചെയ്തോ, വേണമെങ്കിൽ ട്രോള് ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ഒരു വ്ളോഗ് കൂടി വരും. അത് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ കീർത്തുട്ടിക്ക് 4 പോയിന്റ്. ആ വ്ളോഗ് അടുത്ത വ്ളോഗ് അല്ലെങ്കിൽ അതിനുശേഷമുള്ള വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിൽ ഞാൻ കീർത്തനെ തോപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഞാനൊരു 7 പോയിന്റെങ്കിലും എടുക്കണം അതില്. ഞാൻ 4 മിസ്റ്റേക്ക് ചെയ്തല്ലേ? അപ്പൊ 6 മാർക്ക്. 6 മാർക്കാ? എങ്ങനെ? 1 2 3 4 മിസ്റ്റേക്ക്, ബാലൻസ് 6 അല്ല. 20 ആണല്ലേ? 16 മിസ്റ്റേക്ക്, 16 റൈറ്റ്. 16 പോയിന്റ്സ് എനിക്ക്. ദേവേട്ട 17 എടുത്തെങ്കിൽ ദേവേട്ട ജയിച്ചു. ഓക്കെ. അങ്ങനെ ഓക്കെ. നോക്കാല്ലേ? 17 എടുത്ത് ഞാൻ ജയിക്കും. ദേവേട്ട എടുക്കൂല ഗൈസ്, എനിക്കറിയും. ദേവേട്ടക്ക് അത്ര മെമ്മറി ഇല്ല. ഞാൻ മെമ്മറിയിൽ ഞാൻ ഗസ് ചെയ്തതാ. അയ്യോടാ.
അതൊന്നുമല്ല, അങ്ങനെ ബ്രേസർ ഗസ് ചെയ്തി. ബ്രേസറാണ് ഏറ്റവും നല്ല അത് തേങ്ങ പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, Stay tuned. bye. Bye.